നമസ്കാരം, വൺ ആൻഡ് ഓൺലി സ്പോർട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വന്നു, അടിച്ചു, കീഴടക്കി. രോഹിത്തിനെ പിറകിലാക്കി ജയ്സ്വാൾ ചരിത്രത്തിൽ ഒന്നാമൻ. നിർണായക മത്സരത്തിൽ മുംബൈയെ 30 റൺസിന് തകർത്തു രാജസ്ഥാൻ. വാങ്കഡയിൽ ടോസ് നഷ്ടമായി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാന് പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റുകൾ നഷ്ടമായി. ക്യാപ്റ്റൻ പരാഗ്, സൂര്യവൻശി, ജയ്സ്വാൾ എന്നിവരെ നഷ്ടമായി. എന്നാൽ 17 പന്തിൽ നിന്നും 27 റൺസ് നേടിയ ജയ്സ്വാൾ സ്വന്തമാക്കിയതൊരു റെക്കോർഡാണ്. രോഹിത്തിനെ പിന്നിലാക്കിയാണ് ജയ്സ്വാൾ നേട്ടത്തിലേക്ക് എത്തിയത്. 3 സിക്സും 1 4ഉം ഉൾപ്പെട്ടതായിരുന്നു ജയ്സ്വാളിന്റെ ഇന്നിങ്സ്. 3 സിക്സർ നേടിയതോടെ ആദ്യ ഓവറിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമായി ജയ്സ്വാൾ. 13 സിക്സർ നേടിയ രോഹിത്തിനെയാണ് 14 സിക്സറുമായി യശസ്വി പിന്തള്ളിയത്. സഞ്ജുവിനും ശ്രേയസിനും അടി തിരിച്ചടി. T20 ക്യാപ്റ്റനാവാൻ പുതിയ താരം, ഇത് സർപ്രൈസ്. ഇന്ത്യയുടെ അടുത്ത T20 നായകൻ ആരാകുമെന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ഏറെ സജീവമാണ്. ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ എന്നിവരുടെ പേരുകളായിരുന്നു ആദ്യം ചർച്ചാ വിഷയം. എന്നാൽ ഇവരല്ലാതെ മറ്റൊരു താരത്തിന്റെ പേരാണ് ഇപ്പോൾ T20 നായക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. സൂര്യകുമാർ യാദവിന്റെ നിലവിലെ ഫോം അനുസരിച്ച് 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധ്യത കുറവാണെന്നാണ് സെലക്ടർമാർ ചിന്തിക്കുന്നത്. നിലവിൽ സൂര്യ ഫോം ഔട്ടുമാണ്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായി തിലക് വർമ്മ എത്താനാണ് സാധ്യതയെന്നാണ് ഇൻസൈഡ് സ്പോർട്ടിന്റെ റിപ്പോർട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.